എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് വളരെ ചുരുങ്ങിയ ഇതിൽ ഒരു ഇൻട്രോ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഇൻട്രോ. അത് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ ഒന്നുമല്ല അതിനെ ഉണ്ടാക്കിയത്. അതൊരു മൊബൈലിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. അത് ഏതാണെന്ന് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ഞാൻ ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. അതിനായിട്ട് നിങ്ങൾ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക നിങ്ങളുടെ ഫോണിൽ. എന്നിട്ട് നമുക്കൊരു ലെജൻഡ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലൊരു ഫേസ് ആയിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇതിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അതൊന്ന് ഒഴിവാക്കി കൊടുത്തിട്ട് നിങ്ങൾക്കിപ്പോൾ എന്താണോ വേണ്ടത് അതനുസരിച്ചുള്ള ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മലയാളത്തിൽ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്ന് ഞാൻ കൊടുക്കുകയാണ്. നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇനി ഇങ്ങനെ ഒരു കൊടുക്കണം, എന്നാലാണ് നമ്മുടെ ലോഗോക്ക് ഒരു കാണാൻ ഒരു മട്ടം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തു എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇനി ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിന് വേറെ നിങ്ങൾ ഗാലറിയിലുള്ള ഒരു ഫോട്ടോൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗാലറീൻ്റെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ചെയ്യാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം സാധാ പോലെ ചെയ്യാണ്. എന്നിട്ട് ഒരു ഇത് കൊടുത്തു. ഇപ്പം കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. എനിക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കളറുകളുണ്ട്. മഞ്ഞ, ചുവപ്പ്. നമ്മളിവിടെ ഇങ്ങനെ കളറ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതനുസരിച്ചുള്ള ഒരു കളറാകണം നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിൻ്റെ മുകളിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടിലൻ ഇൻട്രോകളാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വളർന്നു വരുന്ന എല്ലാ യൂട്യൂബേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ. അങ്ങനെ ഓരോ ഓപ്ഷനുകളും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഉണ്ടോ, കാരണം ഞാൻ സാധാരണ എൻ്റെ ഈ ലോഗൊക്കെ കൊടുക്കാറുള്ളത് ഈ ഒരു ഓപ്ഷനാണ്, TG എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലല്ല വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ അടിയിൽ മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. കാരണം വളരെ ഒരു ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഇനി ചെയ്ത് വെച്ചത് എങ്ങനെ സേവ് ചെയ്യാന്നതിന് അതിന് മുമ്പ് ഈ ഒരു മുകളിൽ ഒരു 3 ഇതുണ്ടാവും. അത് നിങ്ങൾ ചെയ്താൽ ഇതിൻ്റെ ഒരു MB എത്ര നിങ്ങൾക്ക് വളരെ നല്ല ക്വാളിറ്റിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 512p എന്നുള്ള കുറഞ്ഞതിലാണ്, ഏറ്റവും കുറഞ്ഞതിലാണെന്നുണ്ടെങ്കിൽ 512p എന്നുള്ള ഒരു ഓപ്ഷൻ. അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ 720, അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ 1080p എന്നുള്ളൊരു നിങ്ങൾക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പ് എന്നുള്ളൊരു ഓപ്ഷന് മറ്റേ ഓപ്ഷനിലേക്ക് മാറ്റി നമ്മൾ ഓക്കെ കൊടുത്താൽ ഉണ്ടോ നമ്മുടെ ഒരു ഇൻട്രോ വലുതായിട്ട് വരും. നിങ്ങൾക്ക് മറ്റേ തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഏതാണോ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി എനിക്കൊരു വീഡിയോ സേവ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ആരോ സിമ്പിൾ ഉണ്ടാവും. അതിൽ കൊടുത്തിട്ട് സേവ് ആസ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഇപ്പോൾ നിങ്ങൾ കൊടുത്ത ഈ ഒരു വീഡിയോ എനിക്കിപ്പോൾ സേവ് ആവുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. വളരെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായിരിക്കും.
ഒരു ഇൻട്രോ ഉണ്ടാക്കാൻ നിങ്ങൾ 100-200 ഒക്കെ വളരെ നല്ല ക്യാഷൊക്കെ മുടക്കി ഓരോ വലിയ ആൾക്കാരോടൊക്കെ അടുത്ത് പോകണതായിട്ട് നല്ലത് ഇതുപോലെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ചെറിയ രൂപത്തിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് സേവ് ആക്കിയിട്ടുള്ള ഒരു ഇത് നമുക്കിപ്പോൾ ഗ്യാലറിയിൽ വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ ഫോണിൻ്റെ ഗ്യാലറിയിൽ ഉണ്ടോ. ഇതാണ് ഏജൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ഉണ്ടോ. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക, കാരണം വളരെ ഉപകാരമായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.